വെൽക്കം ബാക്ക് ടു റേഡിയൻറ്റ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക് സയൻസിലെ ബയോളജിയുടെ ഭാഗത്ത് വരുന്ന ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 7, ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ബയോളജിയാണ്. നമ്മളിവിടെ പ്രധാനമായിട്ടും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അഗ്രികൾച്ചർ അഥവാ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് എവിടെയാണ്? കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലാണ്. അപ്പോൾ എന്താണ് കൃഷി? കൃഷിയുടെ പല രീതികൾ ഏതൊക്കെയാണ്? ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നല്ലൊരു ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ കൃഷിയിലോട്ട് വരാൻ അല്ലെങ്കിൽ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മളിവിടെ ഫാർമേഴ്സ് ഡേ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കർഷക പ്രതിഭ അവാർഡ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ചടങ്ങാണ് നമ്മൾ കണ്ടത്. അതായത് കുട്ടികൾ, അതായത് സ്റ്റുഡൻറ് ഫാർമേഴ്സിൽ നിന്ന് മികച്ച ആളെ കണ്ടെത്തി നമ്മുടെ സർക്കാർ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ പറയുന്ന കർഷക പ്രതിഭ അവാർഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൾക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ശീലം ഉണ്ടാക്കിയെടുക്കാൻ. കാരണം കൃഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലേ. നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരമൊക്കെ കിട്ടുന്നത് കൃഷിയിലൂടെയാണ്. അപ്പോൾ കൃഷി കുട്ടികളിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ സ്കൂളിലെ പല ക്ലബ്ബുകളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃഷിയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യും ചിലപ്പോൾ. അപ്പോൾ അത് കൃഷി അല്ലെങ്കിൽ ആ പറഞ്ഞ കൾട്ടിവേഷൻ എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ബോധവൽക്കരണം തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അനുകരിക്കാവുന്ന ഒരു ഉദാഹരണവും തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നമ്മൾ ഈ വരുന്ന 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും ക്ലാസ്സസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വഴിയാണ്. അപ്പോൾ ട്യൂഷന് പോകാനൊക്കെ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ കൃത്യം ഫോളോ ചെയ്ത് വന്നാൽ മതി. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ ചാനലിൽ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ തുടർന്നും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ നോക്കാം ഒരു ഉദാഹരണം. ഇവിടെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. ആ കുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയാണുള്ളത്. അവർക്ക് സ്വന്തമായിട്ട് 15 സെൻറ്റ് സ്ഥലമുണ്ട്. 15 സെൻറ്റ് സ്ഥലം എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയൊരു വസ്തുവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന കുട്ടി ഈ പറഞ്ഞ ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡിൽ ചെറിയ രീതിയിൽ കൃഷികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വീട്ടാവശ്യത്തിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് അതിൽ നിന്ന് കിട്ടി. പോരാത്തതിന് ഏതാണ്ട് 2000 രൂപ ഒരാഴ്ചയിൽ എന്നോണം ഈ പറഞ്ഞ പച്ചക്കറി പുറത്തു കൊടുത്ത് പ്രോഫിറ്റ് കിട്ടാനും ഇവിടെ നിന്നുകൊണ്ട് ഈ കുട്ടിക്ക് സാധിച്ചു. ഓക്കെ, അതിന് ആ നാട്ടിലുള്ള അഗ്രികൾച്ചർ ഓഫീസറും ഗ്രാമപഞ്ചായത്ത് അഡ്മിനിസ്ട്രേഷനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷി ചെയ്യാൻ പ്രായമൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് അതിന് വസ്തു അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ അളവും ഒരു പ്രശ്നമല്ല. അതിനും എന്താണ് പല പരിഹാരങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എന്തിനാണ് നമ്മളിത് പറയുന്നത് അല്ലേ? കൃഷിയുടെ ഇമ്പോർട്ടൻസും കൃഷിയുടെ പല പുതിയ മേഖലകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുവരെ ഉള്ളതിനകത്തൊന്നും പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പോയിന്റ് ഒന്നുമില്ല. നിങ്ങൾ അറിഞ്ഞിരുന്നത് അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നോക്കി, ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ച് പത്ര കട്ടിങ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കത് ഓരോന്നിട്ട് നോക്കാം. സ്കൂൾ സ്റ്റുഡൻറ് സീക്സ് പേറ്റന്റ് ഫോർ ടപ്പിയോക്ക ഹാർവെസ്റ്റ്. ടപ്പിയോക്ക എന്ന് വെച്ചാൽ മരച്ചിനി. അപ്പോൾ മരച്ചിനി ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ഹാർവെസ്റ്റിംഗ് മെഷീൻ എന്ത് ചെയ്തു? ഒരു കുട്ടി കണ്ടെത്തി. ഒരു സ്റ്റുഡൻ്റ് ആണ് കണ്ടെത്തിയത്. എന്നിട്ട് അതിൻ്റെ പേറ്റന്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളൊരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേറ്റന്റിന് അപ്ലൈ ചെയ്യണം. ആ പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ സാധനം മറ്റൊരാൾക്കും നമ്മുടെ അനുവാദം ഇല്ലാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ കൃഷിക്ക് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ ഇത്തരത്തിലുള്ള ടൂൾസുകളുടെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. മറ്റൊന്ന് സക്സസ് ഇൻ ബനാന ലീഫ്. അതായത് ബനാന ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വാഴയില. അപ്പോൾ വാഴ നമ്മൾ നടന്ന പ്രധാനമായിട്ടും വാഴക്കൊല കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പഴം കിട്ടുന്ന വാഴക്കൊലയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരു ആൾ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള യങ് ഫാർമർ, അതായത് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഫാർമർ, ഒരു യുവ കർഷകൻ എന്ന് പറയുന്നതാണ് ശരി. എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴം അല്ലെങ്കിൽ ബനാനാസ് ഒക്കെ വരുന്നൊരു സമയമാകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ സത്യത്തിൻ്റെ വില കുറയും. അപ്പോൾ ഈ ഒരാൾ മാറി ചിന്തിച്ചു, നമുക്ക് എല്ലാ ഹോട്ടലുകളിലും സദ്യയ്ക്കും ഒക്കെ ഈ വാഴയില ആവശ്യമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ വാഴയില നമുക്കൊരു ബിസിനസ്സാക്കി മാറ്റിക്കൊള്ളു. അപ്പോൾ വാഴ ഇലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? വാഴ നട്ടു. അപ്പോൾ എന്ത് പറ്റി?
ഈ പറഞ്ഞ ബനാനയ്ക്ക് പകരം ബനാന ലീവ്സ് വെക്കുകയും അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുകയും ചെയ്തു. അതായത് കൃഷി ഉൽപ്പന്നത്തിൽ നിന്നും മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി. സ്റ്റുഡൻസ് ലീഫി ഗ്രീൻസ് ഷോപ്പ്, അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണിത്. എന്ന് വെച്ചാൽ പുതുതായി തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ലീഫി ഗ്രീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്കറികൾ. നമുക്ക് ഇന്നറിയാം, ഇന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ ന്യൂട്രിയൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെ കഴിക്കുന്നൊരു കാലം വന്നിരിക്കുകയാണ്. കാരണം നമ്മളല്ലാതെ കഴിച്ച് എല്ലാവർക്കും പൊണ്ണത്തടിയും ഡയബറ്റീസും ഒക്കെ വന്നതുകൊണ്ട് നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ നോക്കി കഴിക്കുമ്പോൾ നമ്മൾ ആഹാരത്തെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ആഹാരമാണ് എന്തെന്ന് പറയുന്നത് ലീഫി ഗ്രീൻസ് അഥവാ ഇലക്കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലകൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസ് കൂടിയ ഇലകളെ കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന പുതിയൊരു ബിസിനസ് എന്ത് ചെയ്തു? ഒരാൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത എൻ്റർപ്രണർ ത്രൂ ടെർമറിക് കൾട്ടിവേഷൻ. ടെർമറിക് എന്ന് വെച്ചാൽ മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ സാധാരണഗതിയിൽ വിറ്റ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വലിയ വിലയില്ല. വയനാട്ടിലെ ഒരു മഞ്ഞൾ കർഷകൻ എങ്ങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? മഞ്ഞൾ കൾട്ടിവേറ്റ് ചെയ്തു. പക്ഷെ മാർക്കറ്റ് വിൽക്കാൻ കൊണ്ടുപോയപ്പോഴത്തേക്കും മാർക്കറ്റിൽ മഞ്ഞളിൻ്റെ വില കുറവാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഈ മഞ്ഞൾ തന്നെ വാങ്ങിക്കൊണ്ട് പോയിട്ട് പല കമ്പനികളിലും അത് പ്രോസസ്സ് ചെയ്ത് മറ്റ് പല ഈ കുർക്കുമിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ളതാണ് കുർക്കുമിൻ. ഈ കുർക്കുമിനൊക്കെ വേർതിരിച്ചെടുത്തിട്ട് അത് പല പല മറ്റ് ബ്യൂട്ടി പ്രോഡക്റ്റുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാന്ന് ചിന്തിച്ച ഈ ഒരാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളിൽ നിന്ന് മറ്റ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും അതൊരു പുതിയ ബിസിനസ്സായിട്ട് മാറുകയും ചെയ്തു. മറ്റൊന്ന് ന്യൂ ബ്രാൻഡ് ഓഫ് ഗന്ധകശാല. ഗന്ധകശാല എന്ന് പറയുന്ന ഒരു അരിയാണ്. അപ്പോൾ ഈ അരി നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു പുതിയ മെത്തേഡ് കണ്ടെത്തി. ഓക്കെ, എ യുണീക്ക് വേ ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ് അണ്ടർ എ സ്പെഷ്യൽ ബ്രാൻഡ്. ഒരു പ്രത്യേക ബ്രാൻഡിൽ ഈ പറഞ്ഞ ഗന്ധകശാല അരിയുടെ ഒരു പുതിയ വെറൈറ്റി അല്ലെങ്കിൽ ആ വെറൈറ്റി നല്ല രീതിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് പറ്റി. അങ്ങനെ അതൊരു സംരംഭമായിട്ട് മാറി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വയലിൽ കഷ്ടപ്പെടുന്ന അല്ലെ എന്താണ് കുടുംബം പോറ്റാൻ ബുദ്ധിമുട്ടുന്ന കർഷകൻ എന്നുള്ള ഒരു ഇമേജ് ഒക്കെ മാറേണ്ട കാലമായി. കൃഷി ചെയ്തും നമുക്ക് സമ്പാദിക്കാം, കൃഷി ചെയ്ത് നമുക്ക് ആ കുടുംബം നോക്കാം, കൃഷി ചെയ്തും നമുക്ക് കാശുകാരനാവാനായിട്ട് പറ്റും. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ രീതികളാണെന്നുള്ളതാണ് നിങ്ങൾക്കൂടെ മനസ്സിലായെത്തുന്നത്. നോക്കി, വാട്ട് ആർ ദ ഐഡിയാസ് യു ഹാവ് ലേൺഡ് ഫ്രം ദ ന്യൂസ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കേണ്ട കാര്യമാണ്. അപ്പോൾ നോക്കി, വാട്ട് ആർ ദ ഐഡിയാസ്, നമ്മൾ എന്തൊക്കെ ഐഡിയാസ് ആണ് നമ്മൾ ലേൺ ചെയ്തത്? ഒന്ന്, ഇന്നവേഷൻ ഇൻ ഫാമിങ്ങിനെ പറ്റി പറഞ്ഞു അല്ലേ. നമ്മൾ സാധാരണഗതിയിൽ ടപ്പിയോക്ക മൺവെട്ടി കൊണ്ട് വെട്ടിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടപ്പിയോക്ക വളരെ കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളൊരു യന്ത്രം കണ്ടെത്തിയ കാര്യമാണ് നമ്മൾ ആദ്യത്തെ കേസിൽ പഠിച്ചത്. അപ്പോൾ ഇന്നവേഷൻ ഇൻ ഫാമിംഗ് ടൂൾസ് അല്ലെ, ഫാമിങ്ങിലും അതിൽ ഉപയോഗിക്കുന്ന ടൂൾസിലും ഒക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട്. ആ കണ്ടുപിടുത്തങ്ങൾ കൃഷിയെ ഈസിയാക്കി മാറ്റുന്നുണ്ട്. രണ്ട്, ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാൻ ഇംപ്രൂവ് പ്രോഫിറ്റ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ മഞ്ഞൾ എന്ന് പറയുന്ന സാധനത്തിനെ അല്ലെങ്കിൽ ഈ വാഴയില എന്ന് പറയുന്ന സാധനത്തിനെ നോർമലി നോക്കുമ്പോൾ വിലയില്ല. പക്ഷെ അതിനെ ഒന്ന് രൂപം മാറ്റി ഒന്ന് ബ്രാൻഡ് ചെയ്ത് ഒന്ന് പാക്ക് ചെയ്ത് വിൽക്കുമ്പോഴത്തേക്കും നല്ല വിലയ്ക്ക് അത് വിറ്റു പോകുന്നു, അതിൽ നിന്ന് ലാഭം കിട്ടുന്നു. സെല്ലിംഗ് ഡിഫറൻറ്റ് ഫാം പാർട്സ് ക്യാൻ ബ്രിങ് മോർ ഇൻകം. നമ്മുടെ വാഴയിലയുടെ കേസ് അല്ലേ, അതുകൊണ്ട് ടെർമറിക്കിൻ്റെ കേസ് ഇത് പറയാം. രണ്ടും എന്താണ്? നോർമലി നേരിട്ട് വിൽക്കുമ്പോൾ വിലയില്ല, വാഴയിൽ നിന്ന് കിട്ടുന്ന വാഴക്കൊരു ഡയറക്റ്റ് വിൽക്കുമ്പോൾ വിലയില്ല. പക്ഷെ വാഴയുടെ ഇലയെടുത്ത് വിറ്റപ്പോൾ അത് വിലയായിട്ട് മാറി. മഞ്ഞൾ നേരെ കൊണ്ടുവന്ന് വിറ്റപ്പോൾ കാശ് കിട്ടിയിരുന്നെങ്കിൽ അത് കുറവായിരുന്നു, അതിനെ വാല്യൂ ആഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റി. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും? കൃഷിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷിയിൽ നിന്ന് തന്നെ ജീവിതമാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പഠിച്ചു. കാരണം പണ്ടത്തെ കാലത്ത് ഈ പറയുന്ന കൃഷിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ ഈ പുതിയ വഴികൾ ചേർന്നത് അല്ലേ. വൈ ഫാർമേഴ്സ് ചൂസ് ദ ന്യൂ വേ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ് കാര്യം. ലോ മാർക്കറ്റ് പ്രൈസ്, ലിമിറ്റഡ് സ്പേസ്, നീഡ് ഫോർ എക്സ്ട്രാ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ്. അപ്പോൾ എന്തുകൊണ്ടാണ് കർഷകർ പുതിയ പുതിയ മെത്തേഡിലോട്ട് പോയത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വില ഭയങ്കര കുറവാണ്. സത്യത്തിൽ ഇവിടെ നിന്ന് കിട്ടുന്ന സാധനം ലോകത്തുള്ള എല്ലാവർക്കും വേണമെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ആൾക്ക് വലിയ വിലയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ മെത്തേഡുകൾ, ട്രെൻഡുകൾ കൃഷിയിലേക്ക് കൊണ്ടുവന്നാൽ കൃഷി നമുക്ക് ലാഭകരമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തോടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ അതർ പോസിബിലിറ്റീസ് ടു മേക്ക് ഫാമിംഗ് പ്രോഫിറ്റബിൾ. ഫാമിംഗ് എങ്ങനെ നമുക്ക് മറ്റു രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും? എങ്ങനെയൊക്കെ പറ്റും? ഇപ്പോൾ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് മോഡേൺ ടൂൾസും ഓൺലൈൻ സർവീസസ് ഉപയോഗിക്കുക, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക. എന്താ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ? ഒരു വസ്തു അങ്ങനെ തന്നെ വിൽക്കാതെ അതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും. തേങ്ങ എന്ന് പറയുന്ന സാധനം, ഈ തേങ്ങയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കി? അല്ലെങ്കിൽ തേങ്ങ എന്ന് വെച്ചാൽ നാളികേരം. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാ ജില്ലയിലെയും കുട്ടികൾ കാണുന്നതാണ് എല്ലാവർക്കും മനസ്സിലായി നാളികേരം.
കോക്കനട്ട്. അപ്പോൾ ഈ പറയുന്ന കോക്കനട്ടിൽ നിന്ന് നമുക്ക് ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നിന്നും വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്നും അതിൻ്റെ തോടൊക്കെ വെച്ചിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിനാണ് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഫാമിങ്ങിനെ പ്രോഫിറ്റബിൾ ആക്കാനുള്ള വഴികൾ എന്തൊക്കെ? അപ്പോൾ നിങ്ങൾ പറയണം, മോഡേൺ ടൂൾസും ടെക്നിക്സും ഉപയോഗിക്കുക, ഓൺലൈൻ സർവീസുകൾ ഉപയോഗിക്കുക, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുക, ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ അതിൻ്റെ ബ്രാൻഡിങ് പാക്കിങ്ങിലും ഒക്കെ നിങ്ങൾ കുറച്ച് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഏത്തക്ക ചിപ്സ്, ഇത് സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അല്ലേ നമ്മൾ ഈ ലേസും ബിങ്കോയും ഒക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് പൊട്ടറ്റോ ചിപ്സാണ്. അപ്പോൾ നമ്മളിത് അത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് നന്നായിട്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചിപ്സിന് അതിനൊരു വില കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ ആ ചിപ്സിനെയും അതേപോലെയൊക്കെ നല്ല ഭംഗിയുള്ള പാക്കറ്റിലൊക്കെ ബ്രാൻഡ് ചെയ്ത് ഇപ്പോൾ അങ്ങനെ ഓൾറെഡി മാർക്കറ്റിൽ പ്രോഡക്റ്റിൽ വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് വിദേശ രാജ്യങ്ങളോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയറ്റി അയക്കാൻ പറ്റും. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? അതുപോലെ സെൽ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ് ത്രൂ സ്മോൾ ബിസിനസ് ഷോപ്സ്. അല്ലെ നമ്മൾ ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ആ കസ്റ്റമറിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിലൂടെ നമുക്ക് ഫാമിംഗ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൃഷിയോടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷി എന്ന് പറയുന്നത് ഒരു പഴയ പരിപാടിയൊന്നുമല്ല. അതിലും ഇന്നോവേഷൻസ് നടക്കുന്നുണ്ട്, പുതിയ പുതിയ രീതികൾ വരുന്നുണ്ട്, പുതിയ പുതിയ മാർഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അഗ്രികൾച്ചറും പ്രോഫിറ്റബിളായിട്ട് നടത്താം. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരുപാട് സിസ്റ്റംസ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഓൺലൈൻ സിസ്റ്റംസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആർ അവൈലബിൾ ഫോർ ദോസ് ഹു സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ? കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പുതിയൊരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങാം? 8ലെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ല. ഇപ്പോൾ ഈ പറയുന്ന കുട്ടികളും കൃഷിയൊക്കെ ചെയ്ത് സംരംഭകരായിട്ട് മാറി നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഒരു കൃഷി ചെയ്യാനായിട്ട് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടും? ഓൺലൈൻ സിസ്റ്റംസിൽ നിന്ന് സഹായം കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ AI-യും നമ്മളെ സഹായിക്കും. എങ്ങനെയൊക്കെ സഹായിക്കും? ഒന്ന്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഡിസീസ്, പെസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഇഫക്റ്റീവ് സൊല്യൂഷൻ. അല്ലേ, നമുക്ക് കൃഷി നമുക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ ആരുടെ ചോദിക്കാം? നമുക്ക് AI-യോട് ചോദിക്കാം, AI പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ക്ലൈമറ്റിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകൾ, അതായത് ഇനി വരാൻ പോകുന്ന സമയം എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ നമുക്ക് ഓൺലൈൻ സിസ്റ്റംസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലേ, മാർക്കറ്റ് കണ്ടുപിടിച്ച് നമുക്ക് അങ്ങോട്ട് നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന മാർക്കറ്റിംഗ്, അതുപോലെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കൃഷിയിൽ നിന്ന് ഉപയോഗങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എന്താ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൃഷി അല്ലെങ്കിൽ ഒരു തരം ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒന്നാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയും. ആ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അപ്പോൾ നിങ്ങൾ നമ്മുടെ മിൽമ എന്ന് കേട്ടിട്ടുണ്ട്. മിൽക്ക് യൂണിയൻ, അല്ലെ, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് മിൽമ എന്ന് പറയുന്നത്. അമൂൽ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കളക്റ്റീവുകൾ ഉണ്ടാകുമ്പോൾ ഇവർ ഒരുമിച്ച് ഈ പറയുന്ന നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കത് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആൾക്കാർ കുറേ പേര് ചേർന്നാകുമ്പോൾ നമുക്ക് വലിയ അളവിൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ പ്രോഡക്റ്റുകൾ കളക്ഷൻ നടത്താൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ത്രൂ വിൽക്കാൻ പറ്റും. അതുപോലെ ഫെർട്ടിലൈസറും മറ്റ് സാധനങ്ങളും കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ പറയുന്ന പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറ്റും. അതായത് ഇപ്പോൾ മിൽമയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെറുകിട കർഷകരുണ്ട് പാല് കൊടുക്കുന്നു. അതിനെ ഇവർ ഒരുമിച്ച് കളക്ട് ചെയ്ത് ഫാക്ടറി കൊണ്ടുപോയിട്ട് പാക്കറ്റാക്കി വിൽക്കും. ഒറ്റയ്ക്ക് ഒരു കർഷകന് ഇത് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കർഷകരെ സഹായിക്കാൻ പറ്റും. ഇനി കുടുംബത്തിൻ്റെ സഹായം, നിങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാം, തൊഴിൽ ലേബറായിട്ട് കൂടെ നിന്ന് സഹായിക്കാം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കാം. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് എന്ന് വെച്ചാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യാം? കർഷകർക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റുകൾ വിതരണം ചെയ്യാൻ പറ്റും, കർഷകരെ അംഗീകരിക്കാൻ പറ്റും, അവർക്ക് അവാർഡുകൾ കൊടുക്കാൻ പറ്റും. അതുപോലെ ഫെർട്ടിലൈസറും എക്യുപ്മെൻസും സബ്സിഡിയിൽ കൊടുക്കാനും ഇത്തരം സ്ഥാപനങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി ഇപ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ വകയായിട്ട് കർഷകർക്ക് ഓരോ സാധനങ്ങൾ, കോഴി കൾട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കോഴിയും കൊടുക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതാണ് ഇവിടെ പറയും. നെക്സ്റ്റ് വരുന്ന അഗ്രികൾച്ചർ ഓഫീസറും കൃഷിഭവനും നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? കൃഷിഭവന് പല രീതിയിൽ സഹായിക്കാം. വരുമ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നു, സോയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണം, നമ്മളതിൽ അതിനുള്ള സാധനങ്ങളില്ല, കൃഷിഭവനിൽ പോയാൽ മതി, അവർ സഹായിക്കും. അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയൊരു കൃഷി പഠിക്കണം, അതിനുവേണ്ടി ട്രെയിനിങ് തരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് കൂൺ കൃഷി നല്ല ലാഭകരമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എവിടെ തുടങ്ങുമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് കൃഷിഭവനിൽ പോവുക, അവർ പറഞ്ഞു തരും. അവർ ഫ്രീ ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാറുണ്ട്, പത്രത്തിൽ അതിൻ്റെ പരസ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അഗ്രികൾച്ചർ സക്സസ് ആക്കാനായിട്ട് ഒരുപാട്
സപ്പോർട്ട് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ കൃഷിയെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് കൃഷി രീതികളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കൃഷിയെ പറ്റി പറയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് അഥവാ കൃഷിഭൂമിയിലുള്ള ലിമിറ്റേഷനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കൃഷിഭൂമിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, അതായത് ഉള്ള കൃഷിഭൂമിയിൽ നിന്ന് മാക്സിമം എങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു കഥ കണ്ടതാണ്. അതിൽ ആ കുട്ടിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന എത്രയാണ്? വെറും 15 സെന്റ് വസ്തുവാണ്. വളരെ ചെറിയ ഭൂമിയാണ്. പക്ഷെ അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കി എങ്ങനെ? അപ്പോൾ ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാം, ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ബോറടിക്കുന്ന ഭാഗമാണ് ഇതുവരെ പറഞ്ഞത്, പക്ഷെ ഇനി അങ്ങോട്ടല്ല, ഇനി രസമാണ് കേട്ടോ. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങളും വരും. ഓക്കെ, ഇന്നവേറ്റീവ് ഫാമിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണ്? അതായത് മാക്സിമം നമുക്ക് എങ്ങനെ ലാൻഡിനെ യൂട്ടിലൈസ് ചെയ്യാം, അതിനുള്ള മെത്തേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെക്കണം. ഒന്ന്, സാക്ക് ഫാമിംഗ് എന്ന് വെച്ചാൽ ചാക്കിൽ നടന്നു. അപ്പോൾ നമുക്ക് ടെറസ് അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? ടെറസിൽ ഉപയോഗിക്കാം, വീടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അക്വാപോണിക്സ് അത്ര വശമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ മീന് വളർത്തും. ഈ മീനിൻ്റെ വിസർജ്യം ഈ വെള്ളത്തിലുണ്ടാവുമല്ലോ, ഫിഷ് ടാങ്കിലൊക്കെ വളർത്തുന്നത് നിങ്ങൾക്കറിയാം. ഇതിനെ ഫിൽറ്റർ ചെയ്ത് ആ വെള്ളം നമ്മൾ ആർക്ക് കൊടുക്കും? ചെടിക്ക് കൊടുക്കും. അപ്പോൾ ഈ വെള്ളത്തിലുള്ള വളം, ന്യൂട്രിയൻസ് ചെടിക്ക് കിട്ടും. അങ്ങനെ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ ഫെർട്ടിലൈസേഴ്സിനെ നമുക്ക് ഒഴിവാക്കി ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇത്തരം ഫെർട്ടിലൈസർ ഉപയോഗിച്ച് കൾട്ടിവേറ്റ് ചെയ്യാം. അതാണ് അക്വാപോണിക്സ്, വെള്ളത്തിൽ ചെടിയെ വളർത്തിയെടുക്കുന്നു. പെറ്റ് ബോട്ടിൽ ഫാമിംഗ്, ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് മണ്ണ് നിറച്ച് ഇത്തരത്തിൽ സ്ഥലപരിമിതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതൊരു ചുവരാണ് അല്ലെങ്കിൽ ഒരു മതിലാണ്. ആ മതിലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ലാൻഡ് സേവ് ചെയ്തില്ലേ? വെർട്ടിക്കൽ ഫാമിംഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ഇന്നിത് പല രാജ്യങ്ങളിലും ചെയ്യുന്നു, നമ്മളെ ഇന്ത്യയിലും ചെയ്യുന്നു. അതായത് നമുക്ക് വളരെ കുറച്ച് സ്ഥലത്ത് വെച്ച് തന്നെ ഇങ്ങനെ തട്ടായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഭയങ്കര പ്രോഫിറ്റാണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ ലീഫി വെജിറ്റബിൾസിൻ്റെ കേസ് പറഞ്ഞില്ലേ? ഇവിടെ പഠിച്ചു, ഇതായി ഇപ്പോൾ പഠിച്ചില്ലേ? ലീഫി ഗ്രീൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ പറയുന്ന മാർഗങ്ങളിലൂടെയാണ്. അപ്പോൾ വളരെ ചെറിയ സ്ഥലത്ത് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പോട്ട് കൾട്ടിവേഷൻ. ഇത് പറഞ്ഞു തരണം, നിങ്ങൾക്കറിയാം. ചട്ടിയിൽ നമുക്ക് പൂക്കുന്ന ചെടിയൊക്കെ നടുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ വെജിറ്റബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടാൻ പറ്റും. ഈവൻ ആൾക്കാർ കുറച്ച് വലിയ ഡ്രമ്മിനകത്ത് തെങ്ങ് വരെ നട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ടെറസ് ഫാമിംഗ്. ഇത് നിങ്ങൾക്കറിയാം. ടെറസിലെ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ മട്ടുപ്പാവ് അല്ലെങ്കിൽ ടെറസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ പോലെ വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞേ, ലാൻഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാകുന്ന മെത്തേഡുകൾ ഏതൊക്കെ? 6 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഓരോന്നായിട്ട് പറഞ്ഞേ, ഏതൊക്കെയാണ്? ഒന്ന്, സാക്ക് ഫാമിംഗ്, അക്വാപോണിക്സ്, പെറ്റ് ബോട്ടിൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ്, പോട്ട് കൾട്ടിവേഷൻ ആൻഡ് ടെറസ് ഫാമിംഗ്. ഓരോന്നിൻ്റെയും ഗുണങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, എന്താണ് സാക്ക് ഫാമിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? സോയിൽ ഫില്ല് ചെയ്ത സാക്കുകളിൽ നമ്മൾ ചെടിയെ വളർത്തിയെടുത്താൽ അതാണ് സാക്ക് ഫാമിംഗ്. ഗുണം എന്താണ്? ചെറിയ സ്പേസ് നമുക്ക് മതി. അതുപോലെ സെറ്റപ്പ് ചെയ്യാൻ വളരെ ചെറിയ പൈസ ആവശ്യമുള്ളൂ. സാക്ക് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് വീട്ടിൽ അരി വാങ്ങിച്ച ചാക്കൊക്കെ റീസൈക്ലിങ്ങിൻ്റെ ഭാഗം അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുകൊണ്ട് പറ്റും. രണ്ടാമതാണ് അക്വാപോണിക്സ്. അക്വ എന്ന് വെച്ചാൽ വെള്ളം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്ലാന്റിനെയും മീനിനെയും നമ്മൾ ഒരുമിച്ച് വളർത്തിയെടുക്കുന്നു. അപ്പോൾ ചെടി ഈ പറയുന്ന മീൻ കിടക്കുന്ന വെള്ളം നമ്മൾ സാധാരണ കഴുകി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കളയണ്ട, അത് റീസൈക്കിൾ ചെയ്യാം. ചെടികൾ ഈ പറയുന്ന ആവശ്യമുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുമ്പോൾ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വെജിറ്റബിൾസും ഫിഷും ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ആവശ്യമില്ല. ഫിഷ് വേസ്റ്റ് നമുക്ക് ചെടിക്കുള്ള ന്യൂട്രിയൻസ് കൊടുക്കും. അടുത്ത് വരുന്നതാണ് പെറ്റ് ബോട്ടിൽ ഫാം. അതായത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ റീയൂസ് ചെയ്ത് നമുക്ക് ചെടി നടാനായിട്ട് പറ്റും. എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം ഈ കുപ്പികൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എടുത്ത് പുറത്ത് കളയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാനായിട്ടും പറ്റും. ലോ കോസ്റ്റ് ആണ്. ചെറിയ സ്പേസുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണല്ലേ വീട്ടിൽ ചുമ്മാ കിടക്കുന്ന സാധനം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? വെർട്ടിക്കൽ ഫാം. അത് നമുക്ക് വിശദമായി തന്നെ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. എങ്കിലും ഒന്ന് നോക്കാം. നമ്മൾ ലെയറുകളായിട്ട് തട്ടുകൾ തിരിച്ചിട്ട് ആ തട്ടിൽ എന്ത് ചെയ്യും? ചെടി നടുന്ന പരിപാടിയാണ്. അടുത്ത് വരുന്നതാണ് പോട്ട് കൾട്ടിവേഷൻ. പോട്ട് ഉപയോഗിച്ച് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ബാൽക്കണികളിലും ടെറസുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ സ്പേസും മതി. നമ്മുടെ നഗര ജീവിതം നയിക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളിയാണ്. ഓക്കെ, മാത്രമല്ല മൂവ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? ടെറസ് ഫാമിംഗ്. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. റൂഫ് ടോപ്പിൽ നമുക്ക് ചെറിയൊരു ഫാമാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, ചുമ്മാ കിടക്കുന്ന സ്പേസ് അല്ലേ. 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് സ്പേസിൽ നിന്ന് കൃഷി ചെയ്ത് ഈ പറഞ്ഞ കെമിക്കലൊക്കെ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ടെമ്പറേച്ചറും എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും
അല്ലേ? ഇത്തരം ചെടികളൊക്കെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും ആ സൂര്യൻ്റെ ചൂടിൻ്റെ കുറേ ഭാഗമൊക്കെ ഇത് തന്നെ വലിച്ചെടുത്ത് പോയിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചർ കുറയ്ക്കും. അപ്പോൾ നമ്മൾ ഫാന് കുറച്ചിട്ടാൽ മതി, AC കുറച്ചിട്ടാൽ മതി. അങ്ങനെ ഗുണങ്ങൾ ഇതിന് ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പല മെത്തേഡുകൾ, ലാൻഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള മെത്തേഡുകൾ. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കാം, പഠിച്ചു വെക്കാം. അതിൽ വെർട്ടിക്കൽ ഫാമിംഗ് നമ്മൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും പ്ലാന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ലെയേഴ്സ് എബോവ് വൺ അനദർ. ഒന്നിനു മുകളിൽ ഒന്ന് ലെയറുകളായിട്ട് നടും. അത് വെറുതെ അങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞൊരു സംഭവമല്ല, വെറും തട്ട് മാത്രമല്ല. ഇത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. ഇത്ര വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിംഗ് ദ പ്ലാന്റ്സ് ഇൻ ലെയേഴ്സ് എബോവ് ആൻഡ് ഈച്ച് അതർ ദാറ്റ് ഹെൽപ്പ് ടു സേവ് സ്പേസ്. 2 മെത്തേഡാണുള്ളത്. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് നമ്മൾ സൊല്യൂഷൻ ആക്കി കൊടുക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന പൈപ്പുകൾ കണ്ടോ, ഈ പൈപ്പിൽ കൂടെ നമ്മൾ ന്യൂട്രിയൻസ് ഉള്ള സൊല്യൂഷൻസ് പോവും. ഈ പറഞ്ഞ ചെടിയുടെ വേരിരിക്കുന്നത് ഇങ്ങനെ ഒരു കപ്പിലായിരിക്കും, അതിനകത്തൊരു ഹോൾ ഉണ്ടാവും, ചെടി ഇവിടെ നിപ്പുണ്ടാവും. ചെടിയുടെ വേരുകൾ എന്ന് പറയുന്നത് വെള്ളത്തിലായിരിക്കും കിടക്കുന്നത്. ഇതാണ് ഹൈഡ്രോപോണിക്സ്. എന്നാൽ ഇവിടെ വെള്ളത്തിന് പകരം നമ്മൾ മിസ്റ്റായിട്ട്, അതായത് നമ്മുടെ രാവിലെ എണീക്കുന്ന മഞ്ഞുണ്ടല്ലോ, തണുപ്പ് കാലത്തുണ്ടാവുന്ന മഞ്ഞ് പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എയറോപോണിക്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ എയറോപോണിക്സ് സോയിൽലെസ് ഫാമിംഗ് ആണ്. അവിടെ മണ്ണില്ല, പകരം ചെടികൾ എന്ത് ചെയ്യും, റൂട്ടുകൾ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇവിടെയാണെങ്കിൽ ഹൈഡ്രോപോണിക്സ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കും, ഇവിടെ എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ന്യൂട്രിയൻസ് ഇങ്ങനെ സ്പ്രേ പോലെ അടിച്ചു കൊടുത്താണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തൊക്കെയാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, സ്പേസ് സേവ് ചെയ്യാൻ പറ്റും, വെള്ളം കുറച്ചു മതി, ലൈറ്റിൻ്റെ അവൈലബിലിറ്റി നമുക്കില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലോ കോസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ ലോ കോസ്റ്റ് മതി. ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കോസ്റ്റ് മാത്രമേ ഉള്ളൂ, മെയിൻ്റെനൻസ് കുറച്ചുകൂടി ഈസിയാണ്. ക്ലൈമറ്റിന് ഇത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അടഞ്ഞ ഷെഡുകളിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴയും വെയിലും ഒന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് വർഷത്തെ എല്ലാ സമയവും നമുക്ക് ഈ പറയുന്ന കൾട്ടിവേറ്റ് ചെയ്ത ക്രോപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സെക്ഷൻ കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയെങ്കിൽ എന്ത് ചെയ്യുക, ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഓവർകം സ്പേസ് കൺസ്ട്രെയിൻ എങ്ങനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ 6 മെത്തേഡ് എഴുതുക. ഓക്കെ, ലൈറ്റിൻ്റെ അവൈലബിലിറ്റി എങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റും, നമുക്ക് ഒന്ന് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാൻ പറ്റും, ഹൈഡ്രോപോണിക്സിലൂടെ. കൺസ്ട്രക്ഷൻ കോസ്റ്റ് അല്പം കൂടുതലാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയാണ്. സിമ്പിളാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ? വളം അല്ലേ? ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ എന്താ, നാച്ചുറലോ ആർട്ടിഫിഷ്യലോ ആയിട്ടുള്ള സബ്സ്റ്റൻസാണ്. ഇത് നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസുകളെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെടിക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് പറ്റും. അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ ചെടികൾ വളരുന്നത് എവിടെയാണ്? മണ്ണിലാണ്. അങ്ങനെ വളരാനായിട്ട് ചെടികൾക്ക് ഒരുപാട് ന്യൂട്രിയൻസ് വേണം. ഹൈഡ്രജനും ഓക്സിജനും പ്രോട്ടീൻ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ എല്ലാം വേണമെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം നമുക്ക് മണ്ണിൽ നോർമലി നാച്ചുറലി ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഇല്ലാതെ വന്നാൽ നമുക്കത് പുറത്തുനിന്ന് കൊടുക്കണം. അതാണ് ഫെർട്ടിലൈസർ എന്ന് പറയും. നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസർ എന്ന് പറയും. അപ്പോൾ ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് നമുക്കത് നോക്കണം. അപ്പോൾ നോക്കിയേ എന്തിനാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്? പ്ലാന്റ്സ് നീഡ് ന്യൂട്രിയൻസ് ഫ്രം ദ സോയിൽ ടു ഗ്രോ ഹെൽത്തി ആൻഡ് സ്ട്രോങ്. സംടൈംസ് ദ സോയിൽ ഡസ് നോട്ട് ഹാവ് ഇനഫ് ന്യൂട്രിയൻസ്. ചെടികൾക്ക് ഈ പറഞ്ഞ ന്യൂട്രിയൻസ് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫെർട്ടിലൈസേഴ്സിലൂടെ ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് ചെടി നടുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ ചെടി നട്ടതിന് ശേഷമോ ചെയ്യാൻ പല രീതികളുണ്ട്. അപ്പോൾ എന്താണ് ഈ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ന്യൂട്രിയൻസ് ചെടിക്ക് വളരാൻ വേണ്ട ഘടകങ്ങളെ 2 ആയിട്ടാണ് തിരിക്കാൻ പറ്റും. ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്നും മറ്റൊന്ന് മാക്രോ ന്യൂട്രിയൻസ്. ഇതൊക്കെയാണ്. ഒന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്നും മറ്റൊന്ന് മാക്രോ ന്യൂട്രിയൻസ് എന്നും. അപ്പോൾ നോക്കാം. ചെടിക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നാണ് നൈട്രജൻ, പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ വേണം. പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ പോലെയുള്ള എലമെൻറ്റുകൾ ചെടിക്ക് നല്ല അളവിൽ വേണം, ലാർജ് ക്വാണ്ടിറ്റി തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ചെടിക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ചെടിക്ക് വലിയ അളവിൽ വേണ്ട സാധനങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ മാക്രോ എന്ന് വെച്ചാൽ വലുത്, മാക്രോ എന്ന് വെച്ചാൽ വലുത്. എന്നാൽ മറ്റു ചില സാധനങ്ങൾ ബാരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ,
മോളിബെഡനം, ക്ലോറിൻ, നിക്കൽ. ഇത് ചെടിക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണം, പക്ഷെ വലിയ അളവിൽ വേണോ? വേണ്ട, ചെറിയ അളവിൽ മതി, സ്മോൾ ക്വാണ്ടിറ്റിയിൽ മതി. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മൈക്രോ ന്യൂട്രിയൻസ്. ചോദിക്കാൻ നല്ല സാധ്യത ഉള്ള ഒരു ചോദ്യമാണ് മാക്രോ ന്യൂട്രിയൻറ്റുകളും മൈക്രോ ന്യൂട്രിയൻറ്റുകളും. അപ്പോൾ പ്ലാന്റിന് വേണ്ട ന്യൂട്രിയൻസിന് നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? മാക്രോയും മൈക്രോയും. നിങ്ങൾ ചിലപ്പോൾ ഈ വളമൊക്കെ കൊണ്ടുവരുന്ന ചാക്കിലെ NPK എന്ന് എഴുതിയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരുന്നതിനകത്ത് ഇങ്ങനെ NPK എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതെന്തൊക്കെയാണ്? നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നോക്കിയേ, മാക്രോ ന്യൂട്രിയൻസ് എന്താണ്? നീഡഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ. അടുത്ത മൈക്രോ ന്യൂട്രിയൻസ് ചെറിയ ക്വാണ്ടിറ്റിയിൽ മതി. ഒരു 2-3 എണ്ണത്തിൻ്റെ പേരെങ്കിലും പഠിച്ചു വയ്ക്കണം കേട്ടോ. ബാരിയം, ബോറോൺ, BB ഓർത്ത് വയ്ക്കാം. സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബെഡനം, ക്ലോറിൻ, നിക്കൽ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ. ഇനി ഫെർട്ടിലൈസറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. എങ്ങനെയാണ് നമ്മൾ ഫെർട്ടിലൈസറിന് അപ്ലൈ ചെയ്യുന്നത്? 3 രീതികളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ വെതറി കൊടുക്കാം. അല്ലെങ്കിൽ അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലയിലോട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാം? വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സിനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫെർട്ടിലൈസറിൻ്റെ ആവശ്യം എന്താണ്? മിസ്സിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ കൊടുക്കുക, ക്രോപ്പിൻ്റെ ഈൽഡ് കൂട്ടുക, മാക്സിമം ഫലം കിട്ടുക, ചെടിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ എന്താണ് ഈ പറയുന്ന ചെടിക്ക് വരുന്ന രോഗങ്ങളിൽ നിന്ന് അതിന് പ്രതിരോധം കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടിയാലല്ലേ നല്ല രീതിയിൽ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനല്ലേ വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ പച്ചക്കറി കഴിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങളത് കഴിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. സോ അത് കഴിക്കണം. അതുപോലെ ചെടിക്കും എന്ത് വേണം? ഇത്തരത്തിലുള്ള സാധനങ്ങൾ വേണം. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും? മണ്ണിൽ നിന്ന് കിട്ടും. പക്ഷെ മണ്ണിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളത് ആർട്ടിഫിഷ്യലി കൊടുക്കണം. അതിനാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രോസസ്സിന് ഫെർട്ടിലൈസിങ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കാം? ഫെർട്ടിലൈസർ കൊടുക്കുന്നത് എന്തൊക്കെയാണ്? ചില ഫെർട്ടിലൈസേഴ്സ് നമ്മളിങ്ങനെ വെതറി കൊടുത്താൽ മതി, സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ചിലത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ചിലതാണെങ്കിലോ വെള്ളത്തോടൊപ്പം മിക്സ് ചെയ്താണ് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ ചെടിയുടെ വളർച്ച കൂടും. അപ്പോൾ സ്പ്രിംഗ്ലിംഗ്, സ്പ്രേയിങ്, മിക്സിങ്. ലാസ്റ്റ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. കണ്ടോ, ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ എന്തൊക്കെയാണ് പലതരം ഫെർട്ടിലൈസേഴ്സ്? ഫെർട്ടിലൈസേഴ്സിനെ 4ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ബയോ ഫെർട്ടിലൈസർ, രണ്ടാമത്തേതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ, പിന്നെ വരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ. എന്താണ്? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്നിങ്ങനെ 4ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ബയോ എന്ന് വെച്ചാൽ ജീവനുള്ളതിൽ നിന്ന് കിട്ടുന്നത്. ഓർഗാനിക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചില ഡീകമ്പോസേഴ്സ് ഒക്കെ പ്രവർത്തിച്ച് നടക്കുന്ന സാധനം പറഞ്ഞുതരാം. ആർട്ടിഫിഷ്യലും നാനോ എന്ന് 4ആയിട്ട് തിരിക്കും. അതിലാദ്യം വരുന്നതാണ് ബയോ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ നോക്കി, എന്താണ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ബയോ എന്ന് വെച്ചാൽ ജീവനുള്ള, അല്ലേ? അപ്പോൾ ഈ പറയുന്ന ചില നമ്മുടെ ചെടികളിൽ കാണുന്ന മൈക്രോ ഓർഗാനിസങ്ങളുണ്ട്. ഓക്കെ, എന്തുകൊണ്ട്? മൈക്രോബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസമാണ്. ഇത് നമ്മുടെ മണ്ണിൽ പ്രവർത്തിക്കുകയും മണ്ണിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ പോലെയുള്ള, ഫോസ്ഫറസ് പോലെയുള്ള സാധനങ്ങൾ മണ്ണിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. നമ്മൾ ഈ നെൽപ്പാടങ്ങളിലൊക്കെ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പയർ നടുന്ന, അല്ലെങ്കിൽ പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ലെഗൂമിനസ് പ്ലാന്റുകൾ നടാറുണ്ട്. അത് വെറുതെ നടന്നതല്ല, ഇടവിളയായിട്ട് നടുന്നതാണ്. 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നെല്ലിൻ്റെ ഒരു സമയം കഴിഞ്ഞ് അടുത്ത സീസൺ എത്തുന്നവരെയുള്ള സമയം നമുക്ക് മറ്റൊരു പയർ നട്ട് അതിന് വിൽക്കാൻ പറ്റും. 2, ഈ പറഞ്ഞ ചെടികളുടെ റൂട്ട്, അതായത് അതിൻ്റെ വേരിൽ റൈസോബിയം പോലെയുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഇതിന് മണ്ണിലുള്ള ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രോജനെ കൺവേർട്ട് ചെയ്ത് മണ്ണിലുള്ള നൈട്രേറ്റുകളാക്കി മാറ്റാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അത്തരം വസ്തുക്കളാണ് നമ്മൾ ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? മണ്ണിലെ നൈട്രജൻ, ഫോസ്ഫറസ് പോലെയുള്ളവയെ എന്ത് ചെയ്യുന്നു? ഇത് ഹെൽപ്പ് ചെയ്യുന്നു. റൈസോബിയം, ആസോസ്ഫ്രിലം വായിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ, മൈക്കോറൈസിയ പോലെയുള്ള. ഇതൊക്കെയാണ് റൈസോബിയം, അസോസ്ഫ്രിലം എന്ന് തന്നെ അല്ലേ, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. മൈക്കോറൈസിയ പോലെയുള്ള വസ്തുക്കളാണ്, അല്ലെങ്കിൽ ബാക്ടീരിയാസ് ആണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്. ഗുണം എന്താണ്? മണ്ണിൻ്റെ ടെക്സ്ചറിനെ എഫക്റ്റ് ചെയ്യത്തില്ല, വിലക്കുറവാണ്. അതായത് നമുക്ക് ഇതിനു വേണ്ടി പ്രത്യേക കോസ്റ്റ് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ലിമിറ്റേഷൻ എന്താണ്? മൈക്രോ ഓർഗാനിസത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ റൈസോബിയം ഉണ്ടാക്കുന്ന ന്യൂട്രിയൻസ് ആയിരിക്കില്ല ഈ പറയുന്ന അസോസ്ഫ്രിലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായിരിക്കത്തില്ല മൈക്കോറൈസിയ ഉണ്ടാക്കുന്നത്. ഇത് ഓരോ ബാക്ടീരിയയും ഓരോ തരം ന്യൂട്രിയൻസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ നോക്കി അതിന് നടുക എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ എല്ലാ ന്യൂട്രിയൻസും കിട്ടത്തില്ല. സോ അതാണ് ഇവിടുത്തെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്.
അടുത്ത് വരുന്നതാണ് എന്ത്? രണ്ടാമത്തേത് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഇവിടെ കാണുന്നതാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. എന്താ സംഭവം? നമ്മുടെ വെർമി കമ്പോസ്റ്റ് ബയോഗ്യാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് സംഭവം? നമ്മുടെ പ്രകൃതിയിൽ സ്വന്തമായിട്ടുള്ള ഈ ചെടികളും സാധനങ്ങളും ഒക്കെ ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്ന സാധനങ്ങളാണ്, അഥവാ ബയോ റെസിഡ്യൂ ആണ് എന്തെന്ന് പറയുന്നത് ഓർഗാനിക് വേസ്റ്റ് എന്ന് പറയും. മണ്ണിര കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെ സാധനം. ഇതിൻ്റെ ഗുണവും മണ്ണിൻ്റെ യാതൊരു ഗുണത്തെയും ഇത് ദോഷകരമായിട്ട് ബാധിക്കത്തില്ല. വീടുകളിൽ നമുക്ക് വേസ്റ്റിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ബയോഗ്യാസ് എന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ, പ്രകൃതിക്ക് മാലിന്യമായിട്ടുള്ള വസ്തുക്കളാണ് ഇവിടെ എന്തായിട്ട് മാറ്റുന്നത്, ഗുണമുള്ള സാധനങ്ങളായിട്ട് മാറ്റുന്നത്. അപ്പോൾ പൊല്യൂഷനൊക്കെ കുറയ്ക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സമയം എടുക്കും അല്ലേ? ഈ ഡീകമ്പോസ് ചെയ്തെടുക്കാൻ സമയം എടുക്കും. ക്വാണ്ടിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഇവിടെ കുറവാണ്, സ്ലോ ആണ് പ്രോസസ്സ് എന്ന് പറയും. എന്നാൽ ഈ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നത്. അതായത് അമോണിയവും യൂറിയയും അമോണിയം സൾഫേറ്റും പോലെയുള്ളത്. ഇത് നമുക്ക് ലാബിൽ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെടി പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് എടുത്തോളും. സോ നല്ലതാണ്. പക്ഷേ കുഴപ്പം എന്താണ്? ഇത് മണ്ണിൻ്റെ ആ ഒരു സ്വാഭാവികമായ ടെക്സ്ചറിനെയും അതിലുള്ള മൈക്രോ ഓർഗാനിസങ്ങളെയൊക്കെ നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ലോങ് ടേം ഉപയോഗിക്കുമ്പോൾ അത് മണ്ണിനെ നശിപ്പിക്കാൻ, സോയിൽ ഡീഗ്രഡേഷൻ കാരണം. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടാണ് നാനോ ഫെർട്ടിലൈസർ വന്നത്. നാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? വളരെ ചെറിയത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ. അതായത് ഇവിടെ 10⁻⁻6 അല്ല, സോറി -9 ആണ് കേട്ടോ. 1 നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁹ മീറ്റർ ആണ്. എന്ന് വെച്ചാൽ വളരെ ചെറിയ അളവിൽ നമുക്ക്, അതായത് ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഒരു ചെടിക്ക് വളരെ ചെറിയ അളവിൽ മതി ന്യൂട്രിയൻസ്. പക്ഷെ നമ്മൾ ആ ന്യൂട്രിയൻസ് വളമായിട്ട് കൊടുക്കുമ്പോൾ അതൊരു വലിയ അളവിൽ അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്ര ആവശ്യമില്ല. കറക്റ്റ് ചെടിക്ക് വേണ്ട അളവിൽ നമ്മൾ ഈ പറയുന്ന നാനോ പാർട്ടിക്കിളാക്കി ഫെർട്ടിലൈസേഴ്സിനെ മാറ്റി ഉപയോഗിക്കുന്നതാണ്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെയാണ് ഉദാഹരണം. അതായത് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് തന്നെ അതിന് നാനോ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ ചെറിയ, അതായത് ചെടിക്ക് അരിച്ചെടുക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ളതാക്കി മാറ്റി നമ്മൾ അതിനെ സ്പ്രേ ചെയ്തോ മറ്റു രീതികളിലോ ചെറിയ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്നതാണ് നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. നാനോ ആയതുകൊണ്ട് തന്നെ ചെടിക്ക് ഈസി ആയിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഡീകമ്പോസിഷൻ, മണ്ണിൻ്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യത്തില്ല. പൊല്യൂഷനും വളരെയധികം എന്താണ്? കുറവാണ്. പക്ഷേ പ്രശ്നം കോസ്റ്റ് അല്പം കൂടുതലാണ്. നാനോ ടെക്നോളജി ഉപയോഗിച്ച് ചെറുതാക്കണമെങ്കിൽ ഇച്ചിരി പൈസ വേണ്ടേ? അതാണ് ഇവിടുത്തെ ഏക ബുദ്ധിമുട്ടെന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ, ഫെർട്ടിലൈസേഴ്സ് എത്ര തരത്തിലുണ്ട്? 4. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസങ്ങൾ ഉപയോഗിച്ച് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാകും. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുക്കൾ ഡീകമ്പോസ് ചെയ്തുണ്ടാക്കും. ആർട്ടിഫിഷ്യൽ എന്ന് വെച്ചാൽ ലാബിൽ ഉണ്ടാക്കുന്നു. നാനോ ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ ലാബിൽ ഉണ്ടാക്കുന്നതിന് നാനോ ടെക്നോളജി വഴി ചെറുതാക്കി നമ്മൾ ചെടിക്ക് ആവശ്യമായ അളവിൽ കൊടുക്കുന്നതാണ് നാനോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.